Hello everyone, I am Preeti. Welcome to Premos cookhouse. Premos cookhouse-ilekku എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മഷ്റൂം മസാലയാണ്. റെസ്റ്റോറന്റ് സ്റ്റൈൽ മഷ്റൂം മസാല എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുറച്ച് സമയം എടുക്കുന്നതാണ്, എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമുക്ക് മഷ്റൂം മസാലയ്ക്ക് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 400 ഗ്രാം മഷ്റൂം കഴുകി ഇച്ചിരി വലിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, ഒരു സവാള ക്യൂബ്സായി അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം ക്യൂബ്സായി അരിഞ്ഞത്, 1.5 മുറി ടൊമാറ്റോയും 10 പറങ്ങാണ്ടിയും 2 പച്ചമുളക് പേസ്റ്റ് ആക്കിയത്, ഒരു ഉള്ളി പേസ്റ്റ് ആക്കിയത്, ഒരു മീഡിയം സൈസ് ഉള്ളി, എണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ. അതുപോലെ മസാലയ്ക്ക് വേണ്ടിയ സാധനങ്ങൾ, മഷ്റൂം മസാലയ്ക്ക് വേറൊരു മസാല ഉണ്ടാക്കണം നമുക്ക്. അതിന് വേണ്ടിയ സാധനങ്ങൾ 2 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ജീരകം പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ നമ്മുടെ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 2 ഉണക്കമുളക്, അതുപോലെ ഗരം മസാല ആവശ്യത്തിന്. പിന്നെ നമുക്ക് പാലിൻ്റെ മുകളിലുള്ള പാട, അത് 2 ടേബിൾ സ്പൂൺ എടുക്കണം. അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം എടുക്കാം. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മഷ്റൂമിന് വേണ്ടിയുള്ള മസാല ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടി ആദ്യം പറഞ്ഞ പോലെ 2 ഉണക്കമുളക്, മല്ലി, ജീരകം, കുരുമുളക്, പെരിഞ്ജീരകം എല്ലാം കൂടി ഇട്ട് ഒന്ന് നല്ലവണ്ണം വറുത്ത് ഒന്ന് പൊടിച്ചെടുക്കണം. അതുപോലെ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല, എണ്ണ ഇല്ലാതെ തന്നെ വെറുതെ വറുത്തെടുത്താൽ മതി. നമ്മുടെ മസാല നല്ലവണ്ണം വറന്നിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിനകത്തോട്ട് എടുത്തിട്ട് പൊടിക്കാം. ഒന്ന് തണുത്തതിന് ശേഷം അത് മിക്സറിനകത്തോട്ട് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. വറുത്ത മസാല ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന മുളക് ഞാൻ പിരിയമുളക് യൂസ് ചെയ്തേക്കുന്നത്, എരിവില്ലാത്ത. അതുപോലെ ഇത് ശരിക്കും അങ്ങ് നല്ലവണ്ണം പൊടിയേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അടുത്തായിട്ട് ഗ്യാസ് ഓണാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ക്യൂബ്സായി അരിഞ്ഞ ഉള്ളിയും ക്യാപ്സിക്കും കൂടെ 1-2 മിനിറ്റത്തേക്ക് വഴറ്റിയെടുക്കാം. നമുക്കിടാം. 2 മിനിറ്റത്തേക്ക് ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി അങ്ങ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. രണ്ട് മിനിറ്റായി. ഇപ്പം നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഞാൻ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിത് കോരാം. ബാക്കിയുള്ള എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഈ മഷ്റൂം കൂടെ 2 മിനിറ്റത്തേക്ക് ഫുൾ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. രണ്ട് മിനിറ്റായി. നമ്മുടെ മഷ്റൂം വഴറ്റി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കോരാം പ്ലേറ്റിലേക്ക്. കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ ഉള്ളി അരച്ച് വെച്ചേക്കുന്നത് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഒന്ന് വഴറ്റി നല്ലവണ്ണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഉള്ളിയുടെ പേസ്റ്റ് വഴറ്റാനാണ്. ഉള്ളിയുടെ പേസ്റ്റ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കളർ മാറി. എന്നിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളികളുടെ പേസ്റ്റ് കൂടെ ഇട്ട് നല്ലവണ്ണം ആ പച്ച മണം ഒന്ന് പോകുന്നിടം വരെ വഴറ്റിയെടുക്കാം. അഞ്ച് മിനിറ്റ് ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ പോയി. ഞാൻ തൊട്ട് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതെല്ലാം ഇട്ട് മസാലയുടെ പച്ചമണം വരെ പോകുന്നത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ടൊമാറ്റോയും പറങ്ങാണ്ടിയും പച്ചമുളകും കൂടെ അരച്ച് വെച്ച പേസ്റ്റ്, അങ്ങനെ എല്ലാം ഓരോന്നും ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഇനി ഇത് ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ മസാലകളെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം വഴണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന്
5 മിനിറ്റത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഞാനിത് അടച്ച് വെക്കാൻ പോവാം. ലോ ഫ്ലെയിമിൽ, ഫുൾ ഫ്ലെയിം വെക്കരുത്, ലോ ഫ്ലെയിമിൽ കുറച്ച് 5 മിനിറ്റത്തേക്ക് ഒന്ന് വേവിക്കുക. നമ്മുടെ മസാല മൂത്തിട്ടുണ്ടോ എന്ന് നോക്കാം. മസാല മൂത്തിട്ടുണ്ട്. ഈ എണ്ണ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നതിനകത്ത് മസാല എല്ലാം നമ്മുടെ വഴണ്ട് വന്നിട്ടുണ്ട് നല്ലവണ്ണം. അതിനകത്തോട് നമ്മൾ ഫ്രൈ ചെയ്ത മഷ്റൂമും ഉള്ളിയും ക്യാപ്സിക്കവും അതിൻ്റെ കൂടെ തന്നെ പൊടിച്ചു വെച്ച മസാല, അതിൽ 1 ടീസ്പൂൺ മസാല ഇപ്പം ചേർക്കുക, 1 ടീസ്പൂൺ നമുക്ക് പിന്നെ ചേർക്കാം. പിന്നെ പാൽപ്പാട, പാലിൻ്റെ മുകളിലെ പാട എടുത്ത് വെച്ച് ഞാൻ അതൊരു 2 ടേബിൾ സ്പൂൺ. പാൽപ്പാട ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം, അമൂലിൻ്റെ ഫ്രഷ് ക്രീമോ അത് യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഒന്നുകൂടെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. മസാലയ്ക്ക് അത് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റത്തേക്ക് ഒന്നുകൂടെ വേവിക്കാം. നമ്മുടെ മസാല ഒന്ന് ഇതായിട്ടുണ്ട്. നമ്മുടെ മഷ്റൂമും എല്ലാം കൂടെ കിടന്ന് എല്ലാം മഷ്റൂമിലൊന്ന് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാനിവിടെ സൈഡിൽ ഇച്ചിരി ചൂടുവെള്ളം വെച്ച് തിളപ്പിക്കാൻ വെച്ചായിരുന്നു. നമ്മൾ ഏത് മസാലയ്ക്കകത്തും കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ ഗ്രേവി ഇച്ചിരി കൂട്ടാൻ വേണ്ടിയിട്ട്. പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, എന്നാലും തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ ആ ബാക്കി ഞാൻ പൊടിച്ച് വെച്ച മസാല അത് 1 ടീസ്പൂണും കൂടി ഇപ്പോൾ ചേർക്കുക. ആദ്യം ഞാൻ 1 ടീസ്പൂൺ ചെയ്തായിരുന്നു, ഇപ്പോൾ 1 ടീസ്പൂൺ. ബാക്കി നമുക്ക് ഇത്രയും മസാല വന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും കുപ്പിക്കകത്ത് അടച്ച് വെച്ചാൽ മതി. പിന്നെ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. അതുപോലെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രേവി നിങ്ങൾ ഒത്തിരി തിക്കും വേണ്ട, എന്നാൽ അങ്ങ് തീരെ വെള്ളപ്പരിവമാക്കരുത്. ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം ഒന്ന് വെന്ത് വരും. അത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ മഷ്റൂം വെന്തോ നമുക്ക് ചെക്ക് ചെയ്യാം. ഗ്രേവിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്, അതുപോലെ തിക്കും ആയിട്ടുണ്ട്. നമുക്കിന്ന് മഷ്റൂം ഒന്ന് വെന്തോന്ന് ചെക്ക് ചെയ്യാം. മഷ്റൂം വെന്തിട്ടുണ്ട്. മഷ്റൂം വെന്തിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നാൽ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാം. മഷ്റൂം മസാല ഞാൻ വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്യുകയാണ്. മല്ലിയില ഉണ്ടെങ്കിൽ മഷ്റൂം മസാല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒരു ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണ്. കുറച്ച് സമയം എടുക്കും ഉണ്ടാക്കാൻ, എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.